ഹലോ സ്റ്റുഡൻസ്, 9ാം ക്ലാസ്സിലെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻപത്തെ ക്ലാസ്സുകളിൽ നമ്മൾ 3 ടൈപ്പ് ഓഫ് ആറ്റം മോഡൽസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ കണ്ടത് ഇലക്ട്രോൺ അറേഞ്ച്മെൻറ്റ് ഇൻ ഓർബിറ്റ്സ് അല്ലേ, ഓരോ ഓർബിറ്റിലും എങ്ങനെയാണ് ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ബോർ ആറ്റം മോഡൽ പ്രകാരം നമ്മൾ പറഞ്ഞിരുന്നു KLMN ഈസ് ഈക്വൽ ടു 1 2 3 4 അങ്ങനെ നമ്പർ കൊടുക്കുമ്പോൾ വേറെ വേറെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഓർബിറ്റ്സിലാണ് ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു ഓർബിറ്റിൽ 2n² ഇലക്ട്രോൺസ് പോസിബിൾ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് വാലൻസി. വാട്ട് ഈസ് വാലൻസി എന്നാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് കാണുന്നവർ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ഡു ഇറ്റ്. അതായത് പിന്നീടുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയും ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും കേട്ടോ. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ടൊന്ന് അറിയിക്കാനും ശ്രദ്ധിക്കണേ. ഓക്കെ, വാട്ട് ഈസ് വാലൻസി? വാലൻസി എന്ന കൺസെപ്റ്റ് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് വാലൻസ് ഇലക്ട്രോൺസ് നോക്കാം. വാലൻസ് ഇലക്ട്രോൺസ് അതായത് നമ്മളിവിടെ ഇപ്പോൾ കണ്ടു മഗ്നീഷ്യം എടുക്കാം. നമുക്ക് മഗ്നീഷ്യം എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വരുന്നുണ്ട്? 2 എണ്ണമാണല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ, അതിനെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഓർ ഷെൽ, അതാണ് വാലൻസ് ഇലക്ട്രോൺസ്. ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതാണ് അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ്. വാലൻസി അല്ലേ, വാലൻസ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഓരോ ആറ്റം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് വ്യത്യാസം വരുന്നുണ്ടല്ലേ. എല്ലാ സ്ഥലങ്ങളിലും വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പം ചിലതിന് ഒരുപോലെയും വരാം കേട്ടോ, അങ്ങനെയും വരാം. ഇവിടെ ഇപ്പം ബെരിലിയം നോക്കുമ്പോൾ 2 എണ്ണമാണുള്ളത്, മഗ്നീഷ്യം നോക്കുമ്പോൾ 2 എണ്ണമാണുള്ളത്. അതൊന്നും കുഴപ്പമില്ല, അങ്ങനെ വരും. ഓക്കെ, ഇനി എന്താണ് വാലൻസി എന്ന് നോക്കാം. വാലൻസിയും വാലൻസ് ഇലക്ട്രോണും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞിരുന്നു ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്? 8 ഇലക്ട്രോൺസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഓരോ ആറ്റവും സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ അല്ലെങ്കിൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആയിരിക്കണം. എന്നാലാണ് ആ ആറ്റം സ്റ്റേബിൾ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ആറ്റവും എന്തിനു വേണ്ടി ശ്രമിക്കും? ഈ യൂണിവേഴ്സിലുള്ള എല്ലാതും തന്നെ എന്ത് തന്നെ ആയിക്കോട്ടെ, അതിപ്പോൾ ആറ്റമായാലും സ്റ്റെബിലിറ്റിക്കാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക അല്ലേ. നമ്മളായാലും അത് തന്നെയല്ലേ, സ്റ്റെബിലിറ്റിക്കാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആറ്റത്തിന് എങ്ങനെയാണ് സ്റ്റേബിൾ ആവാൻ പറ്റുന്നത്? അതിൻ്റെ ലാസ്റ്റ് ഓർബിറ്റിൽ എന്ത് വേണം? 8 ഇലക്ട്രോൺസ് വേണം. ഓക്കെ, an outermost shell that has 8 electrons is said to possess an octet. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 8 ഇലക്ട്രോണിനെ, ആ സ്റ്റേറ്റിനെ നമ്മൾ ഒക്റ്ററ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ആറ്റവും ഒക്റ്ററ്റ് അച്ചീവ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു ഇവിടെയുള്ള ഓരോ ആറ്റത്തിനെ എടുക്കുമ്പോൾ ഇതിലിപ്പോൾ ആർഗൺ ഒഴിച്ച് വേറെ ആർക്കും എന്തില്ല? ഈ ഒക്റ്ററ്റ് എന്ന് പറയുന്ന സംഭവം കിട്ടിയിട്ടില്ല അല്ലേ, ഒക്റ്ററ്റ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ഓരോ ആറ്റവും ഒക്റ്ററ്റ് അറ്റൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിനു വേണ്ടിയാണ് അത് എന്ത് ചെയ്യുന്നത്? വേറെ എലമെൻറ്റുമായി റിയാക്ട് ചെയ്ത് മോളിക്യൂൾസ് ഉണ്ടാക്കുന്നു, സ്വന്തമായി ചിലപ്പോൾ മോളിക്യൂൾസ് ഉണ്ടാക്കുന്നു അല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള കാരണം സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഈ ഒക്റ്ററ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, atoms would thus react so as to achieve an octet in the outermost shell. ഇതെങ്ങനെയൊക്കെ ചെയ്യാം? This was done by sharing, gaining or losing electrons. അതായത് 8 ഇലക്ട്രോൺ കിട്ടണമല്ലോ. അപ്പോൾ 8 ഇലക്ട്രോൺ കിട്ടണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നറിയോ? ഒന്നുകിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ ഷെയർ ചെയ്യാം.
അല്ലെങ്കിൽ ഒരാൾക്ക് അങ്ങോട്ട് കൊടുക്കാം. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മൾ അയോൺസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിച്ചപ്പോൾ ഇലക്ട്രോൺസ് ചിലപ്പോൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, വന്ന് ചേരാനുള്ള സാധ്യതയുണ്ട് അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഗെയിൻ ചെയ്യാനുള്ള സാധ്യതകളും ലോസ് ചെയ്യാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആറ്റത്തിന് ഒക്റ്ററ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റേബിൾ ആവാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ബെരിലിയം ഒന്ന് എടുക്കുക. ബെരിലിയം എടുക്കുന്ന സമയത്ത് ആദ്യത്തെ ഷെല്ലിൽ 2 അല്ലേ ഉള്ളത്, രണ്ടാമത്തെ ഷെല്ലിലും 2 ആണുള്ളത്. ഇങ്ങനെയാണ് അതിൻ്റെ ഇലക്ട്രോണിക് അറേഞ്ച്മെൻറ്റ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഒക്റ്ററ്റ് ഫോർമേഷൻ ഉണ്ടാവണം അല്ലേ, എന്നാലല്ലേ ഇതിന് സ്റ്റേബിൾ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എന്ത് ചെയ്യണം, ഒരു 6 ഇലക്ട്രോൺ കൂടി ഗെയിൻ ചെയ്യണം, എന്നാൽ മാത്രമേ ഇതിന് സ്റ്റേബിൾ ആകാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ, അതായത് ഇപ്പോൾ ഹൈഡ്രജൻ, ഹീലിയം ഒക്കെ വരുന്ന സമയത്തുണ്ടല്ലോ, ആകെ 2 എണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്നർ മോസ്റ്റ് ഷെല്ലാണെങ്കിൽ 8 എണ്ണം വേണമെന്നില്ല, 2 എണ്ണം ആയിക്കഴിഞ്ഞാൽ അത് സ്റ്റേബിളാണ് കേട്ടോ. അപ്പോൾ ഒരു ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരെണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, ഒരു ഇലക്ട്രോണിനെയും കൂടി ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആക്ച്വലി ഷെയർ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഷെയർ ചെയ്യാം അല്ലെങ്കിൽ ആഡ് ചെയ്യാം. അതായത് സ്റ്റേബിൾ ആവാൻ വേണ്ടി ഇപ്പോൾ ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എഴുതിയ പ്രകാരം +6 ഇലക്ട്രോൺ ആഡ് ആവാമല്ലോ. ബെരിലിയത്തിൻ്റെ കൂടെ 6 ഇലക്ട്രോൺസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബെരിലിയത്തിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയാവും, 2,8 ആവും. ഇതിന് വേറൊരു കാര്യം കൂടി ചെയ്യാം. 2,2 അല്ലേ ഉള്ളത്, ഈ 2നെ അങ്ങ് ലോസ് ചെയ്തിട്ട് വെറും 2 ആവാലോ. 2 പോസിബിലിറ്റി ഉണ്ടല്ലേ, ഗെയിനും ചെയ്യാം ലൂസും ചെയ്യാം. അപ്പോൾ ഏതാണോ ഏറ്റവും എളുപ്പം അതാണ് ആ ആറ്റം സ്വീകരിക്കുന്ന മെത്തേഡ്. അപ്പോൾ ഇവിടെ ബെരിലിയം ആണെങ്കിൽ 6 എണ്ണം ഗെയിൻ ചെയ്യുന്നതിനേക്കാളും എളുപ്പം 2 എണ്ണത്തിന് വിട്ടുകൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ബെരിലിയം അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഇത്രയും മനസ്സിലാക്കുക. സാഹചര്യത്തിനനുസരിച്ച് ഗെയിൻ ചെയ്യാം, ലൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ഏത് ചെയ്യുന്നതാണോ ആറ്റത്തിന് ഈസി ആ രീതിയിലത് കാര്യങ്ങൾ ചെയ്യും. ഓക്കെ ദെൻ നമ്മൾ എന്താണ് വാലൻസി എന്നതിന് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻഡ്, ലോസ്റ്റ് ഓർ ഷെയർഡ് so as to make the octet of electrons in the outermost shell gives us directly the combining capacity of the element. അതായത് എത്ര ഇലക്ട്രോൺ ലോസ് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും, ഗെയിൻ ചെയ്യാൻ പറ്റും, ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ എലമെൻറ്റിന് എത്രത്തോളം കഴിവുണ്ട് കമ്പൈൻ ചെയ്യാൻ വേണ്ടി അല്ലേ. ഒരു മെഷർമെൻ്റ് ആണല്ലോ. ചില ആറ്റത്തിന് ചിലപ്പോൾ 3 എണ്ണം വിട്ടുകൊടുക്കേണ്ടി വരും, ചിലതിന് 1 എണ്ണേ വിട്ടുകൊടുക്കേണ്ടി വരുള്ളൂ, ചിലതിന് 2 എണ്ണം ഗെയിൻ ചെയ്യേണ്ടി വരും. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു മെഷർമെൻറ്റ് കിട്ടുമല്ലോ. അപ്പോൾ അതിനെ നമുക്ക് കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് എലമെൻറ്റിൻ്റെ ഒരു മെഷർമെൻറ്റായി കണക്കാക്കാം. ഓക്കെ, അപ്പോൾ ഒരു ആറ്റം സ്റ്റേബിൾ ആവാൻ എത്ര ഇലക്ട്രോൺ ഗെയിൻ ചെയ്യണം, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺ ലൂസ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര എണ്ണം ഷെയർ ചെയ്യണം, അതാണ് അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻഡ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഷെയർഡ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, വാലൻസി ഈസ് ദ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ദ എലമെൻറ്റ്. 2 തരത്തിൽ പറയാം കേട്ടോ. വാലൻസി ഈസ് ദ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ദ എലമെൻറ്റ് ഓർ ആറ്റം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻഡ്, ലോസ്റ്റ് ഓർ ഷെയർഡ്. ഓക്കെ, ഒരു കാര്യം കൂടി പറയാം, കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആവാൻ. അതായത് വാലൻസ് ഇലക്ട്രോണും വാലൻസിയും തമ്മിൽ നമുക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല. വളരെ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല കേട്ടോ. നോക്കിയേ, നമ്മളിപ്പോൾ മെഗ്നീഷ്യം എടുത്തു. മെഗ്നീഷ്യം എടുക്കുന്ന സമയത്ത് മെഗ്നീഷ്യത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺ 2 ആണ്. ഓക്കെ, ഇനി ഇവിടെ 2 അല്ലേ ഉള്ളത്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 അല്ലേ ഉള്ളത്. ഒരു 6 ഇലക്ട്രോൺ കൂടി കിട്ടുമായിരുന്നെങ്കിൽ മെഗ്നീഷ്യം സ്റ്റേബിൾ ആവുമായിരുന്നു അല്ലേ. കാരണം എങ്ങനെ വരും ആ സമയത്ത് അതിൻ്റെ കോൺഫിഗറേഷൻ, 2 ആദ്യത്തെ ഷെല്ലിൽ, പിന്നെ 8, വീണ്ടും 8, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 വേണം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ അതിന് സ്റ്റേബിൾ ആകാമായിരുന്നു അല്ലേ. അങ്ങനെ ചെയ്യണ്ടെങ്കിൽ എന്ത് വേണം, 6 ഇലക്ട്രോൺ ഇതിന് ഗെയിൻ ചെയ്യണം.
അതിനേക്കാളും 6 എന്ന് പറഞ്ഞാൽ കൂടിയൊരു നമ്പറല്ലേ, അതായത് ഗെയിൻ ചെയ്ത് അതിനെ പിടിച്ചവിടെ നിർത്തണ്ടേ, അതിൻ്റെ കൂടെ ന്യൂക്ലിയസിൻ്റെ കൂടെ അല്ലേ, അട്രാക്ട് ചെയ്ത് നിർത്തണ്ടേ. അപ്പോൾ അതിനേക്കാളും അതിനെളുപ്പം 2 ഇലക്ട്രോൺ ലൂസ് ചെയ്യാനാണ്. അപ്പോൾ മെഗ്നീഷ്യം ഇവിടെ എന്താ ചെയ്യുക, 2 ഇലക്ട്രോൺ ലൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ വാലൻസിയും 2 ആണ്, 2 ഇലക്ട്രോൺസ് ലൂസ് ചെയ്യും. അപ്പോൾ 2 8 എന്ന് മാത്രമാവും. ഓക്കെ, അപ്പോൾ വാലൻസിയും വാലൻസ് ഇലക്ട്രോണും ഇവിടെ സെയിം ആയിട്ട് വരും മെഗ്നീഷ്യം എടുക്കുന്ന സമയത്ത്. ഓക്കെ, അതേസമയം നിങ്ങളൊന്ന് നോക്കിയേ ക്ലോറിനിൽ എത്ര എണ്ണം ഉണ്ട്, 1 2 3 4 5 6 7. കണ്ടോ, ഇപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്ലോറിൻ എങ്ങനെയാണ് വരുന്നത്, 2 8 7 ആണ് അല്ലേ. അപ്പോൾ ഇതിന് സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ 7 ഇലക്ട്രോണിനെയും അങ്ങ് ലൂസ് ചെയ്യാം. ഈ 7 ഇലക്ട്രോണിനെയും കളഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ 2,8 വന്നില്ലേ, 8 അല്ലേ ലാസ്റ്റ് ഉള്ളത്. അങ്ങനെ ഇതിന് സ്റ്റേബിൾ ആകാം. പക്ഷേ ഈ 7 എണ്ണത്തിന് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒട്ടി നിൽക്കുന്ന ആറ്റത്തെ ന്യൂക്ലിയസിൽ നിന്ന് ഇതിനെ പിടിച്ച് മാറ്റണമല്ലോ അല്ലേ, അതിന് 7 എണ്ണം ഉണ്ട് എന്തായാലും. അപ്പോൾ അതിനേക്കാളും എളുപ്പം എന്താണ്, ഒരു ഇലക്ട്രോണിനെ ഇത് ഗെയിൻ ചെയ്യുന്നതാണ്. അതായത് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 8 എന്നായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതാണ് എളുപ്പം അല്ലേ. അപ്പോൾ ഇവിടെ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാ, 7 ആണ്. വാലൻസി എത്രയാ, 1 ഇലക്ട്രോൺ അല്ലേ ഇത് ഗെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വാലൻസി 1 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ മെറ്റൽസ് എടുക്കുന്ന സമയത്ത് വാലൻസിയും വാലൻസ് ഇലക്ട്രോണും സെയിം ആയിട്ട് വരും. ഓക്കെ, അതേപോലെ ഇതുപോലുള്ള ഗ്യാഷ്യസ് ഫോമിലുള്ള നോൺ മെറ്റൽസ് എടുക്കുന്ന സമയത്ത് അങ്ങനെ സെയിമായി വരില്ല കേട്ടോ. അത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ കാര്യം പറഞ്ഞത്. അതായത് ക്ലോറിൻ്റെ കേസിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് 7 ആണ്, അതായത് വാലൻസ് ഇലക്ട്രോൺ 7 ആണ്. പക്ഷേ 1 ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് ഇതിന് സ്റ്റേബിൾ ആവാൻ പറ്റും. അതുകൊണ്ട് ഇതിൻ്റെ വാലൻസി 1 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻഡ് 1 ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അറ്റോമിക് നമ്പർ. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പാർട്ട് 2 വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറ്റോമിക് നമ്പർ എന്തായിരുന്നു, അറ്റോമിക് നമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞു അല്ലേ. നമുക്കറിയായിരുന്നു എന്ത്, നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ഇലക്ട്രോണും ഈക്വൽ ആണെന്ന് അറിയാമായിരുന്നല്ലോ. പക്ഷേ നമ്മൾ അറ്റോമിക് നമ്പറിനെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യുന്നില്ല അല്ലേ. അതിൻ്റെ കാരണം നിങ്ങൾക്ക് ഇപ്പോൾ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് ഡിഫൈൻ ചെയ്തത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് നമ്മളങ്ങനെ ഡിഫൈൻ ചെയ്തില്ല. പക്ഷേ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. എന്തുകൊണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അറ്റോമിക് നമ്പറായി ഡിഫൈൻ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ്. ഓക്കെ, ദെൻ മാസ് നമ്പർ. ഒരാറ്റം എടുത്തു കഴിഞ്ഞാൽ അതിനെ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ 2 ക്വാണ്ടിറ്റീസാണ് ഉപയോഗിക്കുന്നത്, അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. ഓക്കെ, മാസ് നമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് ദ സം ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ മാത്രം, മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഈ പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിനകത്താണുള്ളത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ന്യൂക്ലിയോൺസ് എന്ന് പറയും. കണ്ടോ, ന്യൂക്ലിയോൺസ്. കാരണം ഇത് രണ്ടും ന്യൂക്ലിയസിനകത്താണുള്ളത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ് മാസ് നമ്പർ, അല്ലെങ്കിൽ സം ഓഫ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്കറിയാം, നമ്മൾ അറ്റോമിക് മാസിൻ്റെ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. മിനിമം എലമെൻസിൻ്റെ മാസ് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് മാസ് അറിഞ്ഞിരുന്നാൽ നല്ലതായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ മാസ് ഓഫ് കാർബൺ 12U ആണ്. ഓക്കെ, മാസ് ഓഫ് കാർബൺ 12U ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാർബണിനകത്ത് 6 പ്രോട്ടോണും 6 ന്യൂട്രോണുമാണ് ഉള്ളത്. അപ്പോൾ ന്യൂക്ലിയോൺ എന്ന് പറയുമ്പോൾ 6 പ്രോട്ടോൺ പ്ലസ് 6 ന്യൂട്രോൺ എത്ര വരും, 12 വരുമല്ലോ. 12 ന്യൂക്ലിയോൺസ് ആണ് ഉള്ളത്. ഓരോ ന്യൂക്ലിയോണിൻ്റെയും മാസ് എത്രയാണ്, 1U ആണ്. അപ്പോൾ ടോട്ടൽ മാസ് എത്ര വരും, 12U എന്ന് വരും. ഓക്കെ, അതുപോലെ വേറൊരു എക്സാമ്പിൾ, അലുമിനിയത്തിൻ്റെ മാസ് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് മാസ് 27U ആണ്. അതിൻ്റെ മാസ് നമ്പർ 27 ആണ്. കാരണം 13 പ്രോട്ടോൺസ് ആൻഡ് 14 ന്യൂട്രോൺസ്. ഓക്കെ, അപ്പോൾ ഓർമ്മിക്കുക, പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും നമ്പറാണ് ഈക്വൽ. ഈ 2 നമ്പറും ഈക്വൽ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല കേട്ടോ. പ്രോട്ടോൺ ന്യൂട്രോൺ നമ്പേഴ്സ് കാർബണിൻ്റെ കേസിൽ മാത്രമേ ഇവിടെ ഈക്വലായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കി ഏത് കേസിലും അങ്ങനെ ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല. ഇലക്ട്രോണും പ്രോട്ടോണും ആണ് ഈക്വൽ. ഓക്കെ,
ഇനി ഒരു എലമെൻറ്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, അതായത് എലമെൻറ്റിൻ്റെ പേരെഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം എന്നുള്ളതാണ്. അപ്പം ജനറൽ ഫോർമാറ്റ് ഇതാണ്. സിമ്പൽ ഓഫ് എലമെൻറ്റ്. ഇവിടെ നൈട്രജനെ കൊടുത്തിട്ടുണ്ട്, N എഴുതി അല്ലേ. നൈട്രജൻ്റെ മാസ് നമ്പർ 14, അറ്റോമിക് നമ്പർ 7. അതേസമയം നമ്മൾ കാർബണാണ് എഴുതുന്നതെങ്കിൽ കാർബണിൻ്റെ മാസ് നമ്പർ 12, അറ്റോമിക് നമ്പർ 6. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് ഒരു ആറ്റത്തിൻ്റെ പേര് നമ്മൾ എഴുതേണ്ടത് പ്രോപ്പറായിട്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, എത്ര പ്രോട്ടോൺ ഉണ്ട് അല്ലേ, എത്ര ന്യൂട്രോൺ ഉണ്ട്, എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിൻ്റെ അറ്റോമിക് മാസും മനസ്സിലാവും. എന്ത് ചെയ്താൽ മതി, ഈ മാസ് നമ്പർ ഉണ്ടല്ലോ, ഇതിൻ്റെ കൂടെ ഒരു U ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് മാസ് നമ്പറും കിട്ടും. ഓക്കെ ഓക്കെ ഇനി ഈ ചാപ്റ്ററിൽ ഐസോടോപ്സ് ആൻഡ് ഐസോബാർ എന്ന് പറയുന്ന സെക്ഷനാണ് തിയറി പാർട്ടിൽ വരുന്നത്. അതിനു മുമ്പ് കുറച്ചധികം പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഓരോന്നായിട്ടൊന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ ദ ബേസിസ് ഓഫ് തോംസൺസ് മോഡൽ ഓഫ് ആൻ ആറ്റം എക്സ്പ്ലെയിൻ ഹൗ ദ ആറ്റം ഈസ് ന്യൂട്രൽ ആസ് എ ഹോൾ. നമുക്കറിയാം തോംസണിൻ്റെ മോഡൽ അനുസരിച്ച് ആറ്റത്തിൽ എന്താണുള്ളത്, ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയറും അതിനകത്ത് ഇലക്ട്രോൺസ് ആർ എംബെഡഡ് ഇൻ ഇറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതുപോലെ പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ 10 നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോൾ ആസ് എ ഹോൾ എന്ത് വരും, എപ്പോഴും നമുക്ക് ന്യൂട്രൽ വാല്യൂ അല്ലെങ്കിൽ 0 എന്ന് കിട്ടും. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് റൂദർഫോർഡ്സ് മോഡൽ ഓഫ് ആൻ ആറ്റം വിച്ച് സബറ്റോമിക് പാർട്ടിക്കിൾ ഈസ് പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം. റൂദർഫോർഡിൻ്റെ എക്സ്പെരിമെൻ്റ് വഴിയാണ് നമുക്ക് മനസ്സിലായത് പോസിറ്റീവ് ചാർജ് ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടില്ല, ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണുള്ളതെന്ന് നമുക്ക് മനസ്സിലായതല്ലേ. അതായത് ആ പ്ലേസിനെ നമ്മൾ ന്യൂക്ലിയസ് എന്ന് പേര് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ന്യൂക്ലിയസിനകത്ത് പോസിറ്റീവ് ചാർജാണുള്ളത് അല്ലെങ്കിൽ പ്രോട്ടോൺസ് ആണ് ഉള്ളത്. പ്രോട്ടോൺസ് ആർ പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിയസ്. ഡ്രോ എ സ്കെച്ച് ഓഫ് ബോർസ് മോഡൽ ഓഫ് ആറ്റം വിത്ത് 3 ഷെൽസ്. ഇവിടെ 3 ഷെല്ലുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഇപ്പം 4 ഷെല്ലിൻ്റെയും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ക്ലാസ്സുകളിൽ കണ്ടതാണ്. ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള കോൺസെൻട്രിക് സർക്കിൾസ് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, n=1, n=2, n=3 എന്ന് മാർക്ക് ചെയ്യുക. n=1 K ഷെൽ, 2 L ഷെൽ, 3 M ഷെൽ. ഓക്കെ, വാട്ട് ഡു യു തിങ്ക് വുഡ് ബി ദ ഒബ്സർവേഷൻ ഇഫ് ദ പാർട്ടിക്കിൾസ് ആക്ച്വലി ആൽഫയാണ് കേട്ടോ ഇവിടെ വേണ്ടത്. ആൽഫ പാർട്ടിക്കിൾ എ അല്ല, ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് യൂസിങ് എ ഫോയിൽ ഓഫ് മെറ്റൽ അതർ ദാൻ ഗോൾഡ്. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ആക്ച്വലി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ PDF സ്ലൈഡ് ഇതിൻ്റെ ഇടയിൽ വന്നതാണെന്ന് തോന്നുന്നു. ഇത് സ്കിപ്പ് ചെയ്യണേ. ഓക്കെ, അങ്ങനെയല്ല എങ്കിൽ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റായി അറിയിച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ കാർബൺ ആൻഡ് സോഡിയം ആറ്റം. ഇലക്ട്രോൺസിനെ എഴുതാനുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഓരോ ഷെല്ലിലും 2n² ആണ് വരിക. അപ്പോൾ മാക്സിമം ആണെങ്കിൽ 2, 8, 18 ഇങ്ങനെ ഈ രീതിയിലാണ് വന്നത് അല്ലേ, 32 ഈ രീതിയിലാണ് ഓരോ ഷെല്ലിലും ഇലക്ട്രോൺസ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് എഴുതണ്ടെങ്കിൽ നമുക്കിതിൻ്റെയൊക്കെ അറ്റോമിക് നമ്പർ അറിഞ്ഞിരിക്കണം കേട്ടോ. ഈ കാർബണിൻ്റെയും സോഡിയത്തിൻ്റെയും ഒക്കെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചോളൂ. 10th സ്റ്റാൻഡേർഡിൽ നമുക്കിതൊക്കെ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അറ്റോമിക് നമ്പർ ഒന്ന് ബൈഹാർട്ട് ചെയ്തേക്കണം. കാർബണിൻ്റെത് 6 ആണ്. അപ്പോൾ എങ്ങനെ വരും, 2 ഇലക്ട്രോൺ K ഷെല്ലിൽ, ബാക്കി എത്രയുണ്ട്, 4 ഇലക്ട്രോൺ L ഷെല്ലിൽ. തീർന്നല്ലോ, ഇത്രയേ ഉള്ളൂ. ഇനി അറ്റോമിക് നമ്പർ ഓഫ് സോഡിയം 11 ആണ്. ബൈഹാർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യത്തതിൽ 2 എണ്ണം പറ്റും, രണ്ടാമത്തതിൽ മാക്സിമം 8 അല്ലേ പറ്റൂ അല്ലേ, രണ്ടാമത്തതിൽ മാക്സിമം 8 അല്ലേ പറ്റൂ. ബാക്കി എത്രയുണ്ട്, 1, 2, 8, 1 ആണ്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കാം. ഇവിടെ ഈ 1 ഇലക്ട്രോണൊക്കെ വരുന്ന സമയത്ത് ഈ 1 ഇലക്ട്രോണിനെ ഇതങ്ങ് വിട്ടുകൊടുക്കും കേട്ടോ. ഇവിടെ ചെറിയ നമ്പറുകൾ വരുമ്പോൾ വിട്ടുകൊടുക്കാനാണ് എളുപ്പം. അപ്പോൾ ഇതിൻ്റെ വാലൻസി 1 ആണ്. വാലൻസ് ഇലക്ട്രോൺ 1 ആണ്. കാർബണിന് ഇവിടെ 4 അല്ലേ വരുന്നത്, 8ൻ്റെ ഹാഫ് അല്ലേ 4. അപ്പോൾ ആക്ച്വലി ഇവിടെ ഗെയിനിങ്ങോ ലൂസിങ്ങോ നടക്കില്ല, ഷെയറിംഗ് ആണ് നടക്കുക കേട്ടോ. അപ്പോൾ കാർബണിൻ്റെ കേസിൽ വാലൻസി 4 ആണ്. ഓക്കെ, വാലൻസ് ഇലക്ട്രോണും 4 ആണ്. ദെൻ ഇഫ് K and L shell of an atom are full, then what would be the total number of electrons in the atom?
നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാനാണ്. കെ ഷെല്ലും എൽ ഷെല്ലും ഫുള്ളാണ്. അപ്പോൾ നമുക്കറിയാം കെ ഷെല്ലിൽ എത്ര പറ്റും മാക്സിമം 2, എൽ ഷെല്ലിൽ എത്ര പറ്റും മാക്സിമം 8. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാവും? 10 ഇലക്ട്രോൺസ്. വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ്, ഹൗ വിൽ യു ഫൈൻഡ് ദ വാലൻസി ഓഫ് ക്ലോറിൻ, സൾഫർ ആൻഡ് മെഗ്നീഷ്യം? വാലൻസി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ക്ലോറിൻ്റെത് നമുക്ക് നോക്കാം. ഈ ക്ലോറിൻ്റെതും മെഗ്നീഷ്യത്തിൻ്റെതും ഒക്കെ എന്ത് ചെയ്യാം? ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. അറ്റോമിക് നമ്പർ നെക്സ്റ്റ് ഇയർ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അറ്റോമിക് നമ്പർ 17 ആണേ. അപ്പോൾ നമുക്കറിയാം, ഇനി ഞാൻ എഴുതേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. ആദ്യത്തതിൽ 2, പിന്നെ 8, ബാക്കി എത്രയുണ്ട്? 7. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, 7 ആവുമ്പോൾ ഈ 7 ആളെയും വിട്ട് കളയുന്നതിനേക്കാളും നല്ലത് ഒരെണ്ണത്തിനെ ഗെയിൻ ചെയ്യാനാണ്. ഓക്കെ, അതാണ് ക്ലോറിന് എളുപ്പം. അതുകൊണ്ട് ഇതിൻ്റെ വാലൻസി 1 ആണ്. വാലൻസ് ഇലക്ട്രോൺ 7. സൾഫർ ആണെങ്കിൽ അറ്റോമിക് നമ്പർ 16. എഴുതുമ്പോൾ എങ്ങനെ വരും? 2, 8, 6 എന്ന് വന്നു. ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഈ 6 എണ്ണത്തിന് കളയുന്നതിനേക്കാളും എളുപ്പം എന്താണ്? 2 എണ്ണത്തിന് ഗെയിൻ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വാലൻസി 2, വാലൻസ് ഇലക്ട്രോൺ 6. മെഗ്നീഷ്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. Okay, if the number of electrons in an atom is 8 and the number of proton is also 8, then what is the atomic number of the atom and what is the charge on the atom? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 8 ആണ്, നമ്പർ ഓഫ് പ്രോട്ടോണും 8 ആണ്. അങ്ങനെയാണെങ്കിൽ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്? നമ്പർ ഓഫ് പ്രോട്ടോണിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 8 ആണേ. ഇലക്ട്രോണും പ്രോട്ടോണും ഈക്വലും ആയിരിക്കും. ഒരാറ്റത്തിൽ ഇലക്ട്രോണും പ്രോട്ടോണും ഈക്വൽ ആയിരിക്കും. അതായത് 8 പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ 8 നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോൾ ആറ്റം ആസ് എ ഹോൾ, ആറ്റം എടുത്തു കഴിഞ്ഞാൽ അത് ഇലക്ട്രിക്കലി എപ്പോഴും ന്യൂട്രൽ ആയിരിക്കും. പിന്നെ ആർക്കാണ് ഈ ചാർജും കാര്യങ്ങളും വരുന്നത്? അയോൺസിനാണ് കേട്ടോ. ആറ്റം എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ചാർജ് ഇല്ലാതെ ന്യൂട്രൽ ആയിരിക്കും. പക്ഷേ അയോൺ എടുക്കുമ്പോഴാണ് എന്ത് വരുന്നത്? ചാർജ് വരുന്നത്. With the help of given table 4.1, find out the mass of oxygen and sulfur atom. അതായത് നമുക്കിവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നല്ലോ. എന്താ ഈ ഒരു ടേബിളിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓക്സിജൻ്റെ കേസിൽ ഓക്സിജനും ബൈ ഹാർട്ട് ചെയ്തോളൂ. ഓക്സിജനും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഓക്സിജനിൽ 8 പ്രോട്ടോൺ 8 ന്യൂട്രോൺ ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺ ബൈ ഹാർട്ട് ചെയ്യണമെന്നില്ല. നമ്മൾ നേരത്തെ അറ്റോമിക് മാസ് കണ്ടിട്ടുണ്ടായിരുന്നു, 16U ആണെന്ന്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാസ് നമ്പർ എത്ര തന്നെയായിരിക്കും? 16 ആയിരിക്കും. നമ്പർ ഓഫ് പ്രോട്ടോൺ ഓർ അറ്റോമിക് നമ്പർ 8 ആണ് കേട്ടോ. ഇത് രണ്ടും നമ്മൾ ഓൾറെഡി അറിഞ്ഞിരിക്കേണ്ട, ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺ 8, നമ്പർ ഓഫ് ന്യൂട്രോൺ 8, അതിൻ്റെ ജസ്റ്റ് സമ്മ് കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാസ് നമ്പർ കിട്ടും. സൾഫർ എടുക്കുമ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺ 16, നമ്പർ ഓഫ് ന്യൂട്രോൺ 16 ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 32. നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യൻ ടേബിൾ റെഫർ ചെയ്തിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടേബിൾ റെഫർ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. മാസ് നമ്പർ കാണാൻ ജസ്റ്റ് നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ന്യൂട്രോണും ആഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഞാൻ പറഞ്ഞത് ഓക്സിജൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒന്ന് ഓർമ്മിച്ച് വെക്കണം എന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ വരുന്ന പ്രോബ്ലംസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ബാക്കി വരുന്നത് ഐസോടോപ്സ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ഐസോബാർ വളരെ കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്താണ് ഐസോബാർ എന്നുള്ള ഒരു സെക്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്കിനകത്ത് നമുക്കിഷ്ടം പോലെ അല്ലെ NCERT എക്സസൈസായി ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ ആണെങ്കിൽ, ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ another or next video.